അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ വെക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പം നമുക്ക് എൻ്റെ സ്റ്റൈലിലെ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനാവശ്യമായ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. അതിൽ നെയ്യ് 3 സ്പൂൺ നെയ്യ് ഒഴിച്ച്, ഒരുപാട് എണ്ണയില്ലാത്തൊരു സാധനമാണ് ഇത്. എണ്ണയൊന്നും ഒരുപാട് ഒഴിക്കത്തില്ല. അതിൽ ഒരു 5 സവോള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല ബ്രൗൺ കളറ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം എണ്ണയൊന്നും അധികം ചേർക്കാത്ത ചെമ്മീൻ ബിരിയാണിയാണ്. പിന്നെ നമുക്ക് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. അതും നല്ല പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പിന്നെ ഒരു 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 5 തക്കാളി, ഇതിനെയും നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നല്ല ഒരു കളറ് വരണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട്, അത് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂൺ അത് വിട്ട് നല്ലതുപോലെ വഴറ്റുക. പിന്നെ ഞാൻ നെയ്ച്ചോറാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. നെയ്ച്ചോറ് ഫസ്റ്റിലെ ഞാൻ വെച്ചിരുന്നു. പിന്നെ ചെമ്മീനും ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കുരുമുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂണ് പെരിഞ്ചീരകപ്പൊടി, പിന്നെ ചില്ലി പൗഡർ 1/2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, ഇതെല്ലാം കൂടെ ഇട്ട് ഇതിന് വേണ്ട മസാലപ്പൊടികൾ ഇത്രയുമാണ്. നല്ലതുപോലെ വഴറ്റുക. അതിനുശേഷം ചെമ്മീൻ നമുക്ക് ഇതിലിട്ട് വേവിക്കാം. അപ്പം സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് ചെമ്മീനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ചെമ്മീൻ മാത്രം വേകാനുണ്ട് ഇതിൽ. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ നെയ്ച്ചോറ് നേരത്തെ വെച്ചിരുന്നു. ഇത് മൂടി വെച്ച് ചെമ്മീൻ വേകുന്ന സമയം ഒരു കുക്കറെടുത്ത് അതിൽ ആ വെന്ത ഗ്രേവി കുറച്ച് ഇട്ട് താഴെ ഇടുക. അത് കഴിയുമ്പോൾ നമുക്ക് ആ ചോറ് അതിൻ്റെ മുകളിലിടണം. അങ്ങനെ 2-3 തട്ടായിട്ട് ഇതിടണം. ഇതിങ്ങനെ ഇടുന്നത് ചോറിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റായിരിക്കും. അങ്ങനെ നല്ല അടുക്കി കുറച്ച് ചോറ് കുറച്ച് ഗ്രേവി ആ നിലയിലിടണം. പിന്നെ ലാസ്റ്റുള്ളത് അതിൻ്റെ മുകളിലിട്ട് ദമ്മിടുന്നത് പോലെ നമുക്ക് ഇത് മൂടി വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. ഇത് എല്ലാവരും വെക്കുന്നതാണ് ചെമ്മീൻ ബിരിയാണി, പക്ഷേ ഇതെൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പം തിന്നാവുന്ന പരുവത്തിലാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കുക്കിങ്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.